Hi friends, എല്ലാവർക്കും ട്രാംപാൻറ്റേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ അടിപൊളി ഒരു ചിക്കൻ സൂപ്പാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. വീട്ടിലൊക്കെ വളരെ എളുപ്പത്തിൽ നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു സൂപ്പാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു ചിക്കൻ സ്റ്റോക്ക് ഉണ്ടാക്കാൻ വേണ്ടി ഒരു 10 മിനിറ്റ് എടുക്കും. ആ സ്റ്റോക്ക് റെഡിയായി കഴിഞ്ഞാൽ 5 മിനിറ്റ് കൊണ്ട് നമുക്ക് ഈ സൂപ്പ് ഉണ്ടാക്കാം. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഒരു ചിക്കൻ സൂപ്പാണ് പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്. അതിന് വേണ്ട ഐറ്റംസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനൊരു പീസ് ചിക്കൻ ബ്രസ്റ്റ് എടുത്തിട്ടുണ്ട്, കുറച്ച് ബീൻസ് തിന്നായിട്ട് സ്ലൈസ് ചെയ്തത്, കുറച്ച് ക്യാരറ്റ്, ഇതിപ്പം ഒരു ഹാഫ് ക്യാരറ്റാണ് എടുത്തിരിക്കുന്നത്, കോൺഫ്ലോർ, പിന്നെ കൊറിയാണ്ടറിൻ്റെ സ്റ്റെം ആൻഡ് റൂട്ട്, പിന്നെ ഒരു ബേ ലീഫ്, കുറച്ച് ഓൾ പെപ്പർ, ഒരു 1/4 ഒനിയൻ ചോപ്പ് ചെയ്തത്, ഒരു 2 ക്ലോവ്സ് ഗാർലിക് ചോപ്പ് ചെയ്തത്, പിന്നെ പെപ്പർ പൗഡർ ആൻഡ് സോൾട്ട്. ഇത്രയും ഐറ്റംസ് ആണ് നമ്മുടെ സൂപ്പ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടത്. നമുക്കിനി എങ്ങനെയാണ് സൂപ്പ് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് നോക്കാം. ആദ്യം നമുക്ക് സൂപ്പ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി ഈ ചിക്കനും ഒന്ന് ബോയിൽ ചെയ്ത് സ്റ്റോക്ക് ഉണ്ടാക്കണം. അതിന് വേണ്ടി ഒരു ബൗള് സ്റ്റൗവിൽ വെക്കുക. അതിനകത്തോട്ട് ഒരു 2 ഗ്ലാസ് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കണം, വാട്ടർ. നമ്മൾ സൂപ്പ് എത്രത്തോളം ക്വാണ്ടിറ്റി പ്ലാൻ ചെയ്യുന്നുണ്ടോ അതിനനുസരിച്ചിട്ട് നമുക്ക് വെള്ളം എടുക്കാം. ഇപ്പം ഞാൻ 2 കപ്പാണ് വെള്ളം എടുത്തിരിക്കുന്നത്. ഇതിനകത്തോട്ട് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ബ്രസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുക. ഒരു ബേ ലീഫ്, കൊറിയാണ്ടർ റൂട്ട്സ്, പിന്നെ കുറച്ച് ഓൾ പെപ്പർ. ഇനി കുറച്ച് സോൾട്ട് കൂടെ. ഇതൊന്ന് ജസ്റ്റ് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഒരു 10 to 15 മിനിറ്റ്സ് ഇതിങ്ങനെ നന്നായിട്ട് ബോയിൽ ആവണം. അപ്പോൾ ഈ ചിക്കൻ ഒരു ഓൾമോസ്റ്റ് കുക്കായിട്ട് ചിക്കനിൽ നിന്നുള്ള അതിൻ്റെ ഫ്ലേവർ എല്ലാം ഈ വെള്ളത്തിലോട്ട് ഇറങ്ങി നമുക്ക് ചിക്കൻ സ്റ്റോക്ക് കിട്ടും. അപ്പോൾ നമുക്ക് 15 മിനിറ്റ്സ് ഇതിങ്ങനെ ഒന്ന് കുക്ക് ചെയ്യാം. ഒരു 15 മിനിറ്റ്സ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ചിക്കൻ സ്റ്റോക്ക് ഇവിടെ റെഡിയായി. നമ്മുടെ ചിക്കൻ ബ്രസ്റ്റും കുക്കായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് സ്ട്രെയിൻ ഔട്ട് ചെയ്തൊരു പാത്രത്തിലോട്ട് മാറ്റാം. ഇനി നമുക്ക് ചിക്കൻ സ്റ്റോക്കും സ്ട്രെയിൻ ഔട്ട് ചെയ്യാം. ഇനി നമുക്ക് ഈ ചിക്കൻ ഒന്ന് പുൾ ഔട്ട് ചെയ്തെടുക്കാം. ഇങ്ങനെ പതുക്കെ പതുക്കെ. ഇപ്പം നമ്മൾ ചിക്കൻ എല്ലാം ഇതുപോലെ ചെറുതായിട്ട് പുൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ള ഐറ്റംസ് പ്രിപ്പയർ ചെയ്യാം. ഇനി ഒരു പാൻ സ്റ്റൗവിൽ വെച്ചിട്ട് കുറച്ച് ഓയിൽ ആഡ് ചെയ്യാം. ഒന്നുകിൽ റിഫൈൻഡ് ഓയിലോ സൺഫ്ലവർ ഓയിലോ. ഞാൻ ഈ ഓയിലിൻ്റെ കാര്യം ഇൻഗ്രീഡിയൻസിൻ്റെ കൂടെ പറയാൻ വിട്ടുപോയി. അപ്പോൾ എല്ലാവരും അതൊന്ന് ശ്രദ്ധിക്കണം. ഒരു 1 ടേബിൾ സ്പൂൺ ഓയിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ചൂടായ ഓയിലിലോട്ട് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ഗാർലിക് ആഡ് ചെയ്ത് കൊടുക്കുക. പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ഓണിയൻ ആഡ് ചെയ്ത് കൊടുക്കുക. ഒരു മീഡിയം ഫ്ലെയിമിൽ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് വാടിയെടുത്താൽ മതി, ഒന്ന് സോഫ്റ്റ് ആയിട്ട്. അല്ലാതെ ഇത് റോസ്റ്റ് ചെയ്യുകയോ ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ബീൻസ് ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ക്യാരറ്റും ആഡ് ചെയ്ത് കൊടുക്കുക. ഈ വെജിറ്റബിൾസിന് വേണ്ട ഒരു കുറച്ച് സോൾട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. നമ്മൾ ചിക്കൻ സ്റ്റോക്ക് ഉണ്ടാക്കാൻ നേരം ഓൾറെഡി സോൾട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഈ ഒരു വെജിറ്റബിൾസ് ഒന്ന് സോർട്ട് ഔട്ട് ചെയ്യാനുള്ള കുറച്ച് സോൾട്ട് മാത്രമേ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുള്ളൂ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ വെജിറ്റബിൾസ് എല്ലാം നന്നായിട്ട് സോർട്ട് ആയിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ചിക്കൻ സ്റ്റോക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഈ ചിക്കൻ സ്റ്റോക്ക് ഒന്ന് ബോയിൽ ആവുന്ന നേരം കൊണ്ട് നമുക്ക് കോൺഫ്ലോർ മിക്സ് ചെയ്തെടുക്കണം. ഒരു 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ആണ് എടുത്തിരിക്കുന്നത്. അതിനകത്തോട്ട് നോർമൽ വാട്ടർ ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്യണം.
ഇപ്പോൾ നമ്മുടെ ചിക്കൻ സ്റ്റോക്ക് നന്നായി ബോയിലായി വന്നിട്ടുണ്ട്. അതിനകത്തോട്ട് കോൺഫ്ലോർ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. കോൺഫ്ലോർ ഒന്ന് അത്യാവശ്യം തിക്കാവണം. ആ സൂപ്പിൻ്റെ ഒരു കൺസിസ്റ്റൻസി ആവുന്ന വരെ നന്നായിട്ടൊന്ന് ബോയിൽ ചെയ്യാൻ അലോ ചെയ്തിട്ട് അതിനകത്തോട്ട് നമുക്ക് ബാക്കി നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ പീസസ് ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ വെജിറ്റേറിയൻസ് ആണെന്നുണ്ടെങ്കിൽ ചിക്കന് പകരം നമുക്ക് മഷ്റൂം സ്റ്റോക്ക് ഉണ്ടാക്കിയിട്ട് മഷ്റൂം ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിനകത്തോട്ട് ആവശ്യത്തിനുള്ള പെപ്പർ, ഞാനിവിടെ ക്രഷ്ഡ് പെപ്പറാണ് ഇപ്പം ആഡ് ചെയ്യുന്നത്. അപ്പോൾ ആ നല്ലൊരു ഫ്രഷ് ഗ്രൗണ്ടഡ് ടേസ്റ്റ് അതിനുണ്ടാകും. അപ്പോൾ നമ്മുടെ ചിക്കൻ സൂപ്പ് റെഡി ആയിട്ടുണ്ട്. നമുക്കിനി അതൊരു സെർവിങ് ബൗളിലോട്ട് മാറ്റാം. അപ്പോൾ ഇതാണ് സിമ്പിളായിട്ട് ഉണ്ടാക്കാവുന്ന ചിക്കൻ സൂപ്പ്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. Press the bell icon on the YouTube app and never miss another update.